ഓക്കെ. സോ നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം കട്ടിംഗ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതി, കട്ടിംഗ് പ്ലെയിനിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന കൺവെൻഷൻ എന്താണെന്ന് പറഞ്ഞു. ചെയിൻ ലൈൻ വിത്ത് തിക്കൻസ് ആണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ യൂസ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അത്രയും കാര്യം പറഞ്ഞുള്ളൂ. അതായത് ക്വസ്റ്റ്യനിൽ ഏത് സോൾഡ് എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് സിമ്പിൾ പൊസിഷൻ വരയ്ക്കും. കട്ടിംഗ് പ്ലെയിൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതനുസരിച്ച് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരച്ചിട്ടുണ്ടാവും, റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ സംഭവം കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് ഈ പോർഷൻ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് വിചാരിച്ചു. സോ കട്ട് ചെയ്ത് ഞാൻ റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇത്രയും പോർഷന്റെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ, നമ്മൾ നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവില് ഈ മുകളിലേക്കുള്ള ഈ പോർഷൻ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകൾ കംപ്ലീറ്റ് സോൾഡ് ആദ്യം വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഈ താഴേക്കുള്ള ഈ പോർഷൻ മാത്രമേ ഡാർക്ക് ആക്കാൻ പാടുള്ളൂ. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, മുകളിലേക്കുള്ളതില്ല. മുകളിലേക്കുള്ളത് ലൈറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യം വരയ്ക്കുമ്പോൾ എല്ലാം ലൈറ്റ് ആയിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തതിന്റെ പോയതിന്റെ ബാക്കി ഈ റിമൈനിങ് പോർഷൻ മാത്രം ഡാർക്ക് ആക്കി വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കണ്ടേ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ടർ സ്ക്വയർ ഉണ്ടായിരുന്നു. ദെൻ ഈ സ്ക്വയറിന്റെ ഓരോ കോർണറിൽ നിന്നും ഇങ്ങനെ നമ്മുടെ അപ്പെക്സിലേക്കുള്ള ഈ സ്ലാന്റ് എഡ്ജസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതെല്ലാം കൂടെ വന്ന് ഇവിടെ അപ്പെക്സിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയായിരുന്നു നമുക്ക് കാണുന്നത്. ഓക്കെ. നമ്മൾ ഇനിഷ്യലി നമ്മൾ വരയ്ക്കുമ്പോൾ, സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ അതിൽ ഈ നടുക്കുള്ള പോർഷൻ കട്ടായി പോയിട്ട് ഈ പോർഷൻ അവിടുന്ന് കട്ടായി റിമൂവ് ചെയ്ത് പോയതിനു ശേഷം ബാക്കിയുള്ള ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് ഇനിയിപ്പോ കാണാനുള്ളൂ. ഓക്കെ. സോ അത് കൃത്യമായിട്ട് ഇവിടെ ഈ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ഒരു സർഫസ്, ഈ പുതിയൊരു പ്ലെയിൻ, ഈ ഷേപ്പ് എങ്ങനെയാണ്, അത് നമ്മൾ ഇപ്പൊ കട്ട് ചെയ്ത രീതി കട്ട് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ മാറ്റിയ കട്ട് ചെയ്ത്, കുറച്ചും കൂടെ വേറൊരു പോയിന്റിൽ കൂടെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വേറൊരു ആംഗിളാണ് കട്ട് ചെയ്ത്, അതിനനുസരിച്ച് ഇവിടെ വരുന്ന ഷേപ്പിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് ടോപ്പ് വ്യൂവിൽ അതിന്റെ സെക്ഷന്റെ ടോപ്പ് വ്യൂ, ഈ പുതിയ സർഫസ് എങ്ങനെ ഇരിക്കുന്നു ആ വ്യൂവിൽ നിന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷേപ്പ്, ഇത് നമ്മൾ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞു. ഈ ടോപ്പ് വ്യൂ കാണുന്നത് ഇതിന്റെ ട്രൂ ഷേപ്പ് അല്ല, ഇത്രയും ചെറുതല്ല അതിന്റെ ഒറിജിനൽ ഷേപ്പ്. അവിടെ വന്ന പുതിയ സർഫസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലുപ്പമുണ്ട്, ഉണ്ടോ? അതായത് ഇതിന് പാരലായിട്ട് നമ്മൾ നോക്കി, കട്ട് ചെയ്ത പുതിയ ഉണ്ടായ സർഫസിന് പാരലായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ അതിന്റെ ഒറിജിനൽ വലിപ്പം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ അതിനൊക്കെ ചെറുതായിട്ടായിരിക്കും ഇത് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഈ ഒറിജിനൽ ഷേപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. നമ്മൾ ഇത്രയും വരച്ചതിന് ശേഷം ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ആ സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്തതിനനുസരിച്ചിട്ട് ടോപ്പ് വ്യൂവിൽ ഈ കട്ട് ചെയ്ത് പുതിയ സർഫസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഈ പുതിയ ഉണ്ടായ സർഫസിന്റെ ഒറിജിനൽ ഷേപ്പ്, ട്രൂ ഷേപ്പ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. സോ അതെങ്ങനെയാണെന്ന് ഞാൻ ഡ്രോയിങ്ങിൽ കാണിക്കാം. ഓക്കെ. സോ നമ്മൾ ഇവിടെ സെക്ഷൻ പ്ലെയിൻ വരെ മാർക്ക് ചെയ്തു. ഓക്കെ. സോ ശരിക്കും നമ്മൾ ഇങ്ങനെ ഇരുന്ന ഈ ഒരു സോളിഡിനെ ഇങ്ങനെ കട്ട് ചെയ്തതിന്റെ ഫ്രണ്ട് വ്യൂ പോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് സെക്ഷൻ പ്ലെയിൻ ഇതിലെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് പോകുന്നത്. അതായത് ഈ സ്ലാന്റ് എഡ്ജസിനെ പല പോയിന്റ്സിൽ കട്ട് ചെയ്ത് പുതിയ കുറെ കോർണേഴ്സ് ഉണ്ടാവും. നമുക്ക് നേരത്തെ ഇതിന്റെ ബേസിൽ 4 കോർണേഴ്സും മുകളിൽ ഒരു അപ്പെക്സിന്റെ ഒരു കോർണർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, 5 കോർണർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ആ അപ്പെക്സ് കട്ട് ചെയ്ത് മാറിപ്പോയി. പകരം ഇവിടെ പുതിയ ഈ സ്ലാന്റ് എഡ്ജസിലെ ഈ ഓരോ സ്ലാന്റ് എഡ്ജസിനെയും കട്ട് ചെയ്ത് ഇവിടെയും ഇവിടെയും ഇവിടെയായിട്ട് ഒരു 4 പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ കോർണേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം.
അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ AO എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്, BO എന്ന് പറയുന്ന എഡ്ജ്, CO ഉണ്ട്, DO ഉണ്ട്. സോ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഇതേ എഡ്ജസ് കാണാൻ പറ്റും. ഇവിടെ AO എന്ന് പറയുന്ന എഡ്ജിന്റെ നേരെ പുറകിൽ കൂടെയാണ്, എയുടെ നേരെ പുറകിലാണ് D വരുന്നത്. സോ AO എന്ന് പറയുന്ന എഡ്ജും DO എന്ന് പറയുന്ന എഡ്ജും ഈ ഒറ്റ ലൈനായിട്ടാണ് ഫ്രണ്ട് വ്യൂവിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ BO എന്ന് പറയുന്ന എഡ്ജും CO എന്ന് പറയുന്ന എഡ്ജും സ്ലാന്റ് എഡ്ജസ്, ആ രണ്ട് എഡ്ജസും ഈ ഒറ്റ ലൈനായിട്ടാണ് ഫ്രണ്ട് വ്യൂവിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ പ്ലെയിൻ ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടും ഇതേപോലെ രണ്ട് എഡ്ജസ് BOയും കട്ട് ചെയ്യുന്നുണ്ട്, COയും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ലൈനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെ ഒരു പുതിയൊരു പോയിന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ രണ്ട് പോയിന്റ് ഫോം ചെയ്യും, ഇവിടെയും രണ്ട് പോയിന്റ് പുതുതായിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. വേറൊരു കളർ യൂസ് ചെയ്യാം. സോ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോയിന്റ് ഇപ്പൊ AOയിൽ കട്ട് ചെയ്തപ്പോൾ ഞാനിപ്പോ ഈ ഒരു ഓർഡറിൽ തന്നെ പോവാം. ഈ AO എന്ന് പറയുന്ന എഡ്ജിൽ കട്ട് ചെയ്ത പോയിന്റ് ഇവിടെ ഞാൻ ആ പോയിന്റിന് 1 എന്നൊരു പേര് കൊടുക്കും. അടുത്തത് ഈ BOയിൽ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോയേക്കുന്നു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. സോ അതിന് ഞാൻ 2 എന്ന് പേര് കൊടുത്തു. ദെൻ ഈ BOയുടെ നേരെ പുറകിൽ തന്നെയാണ് ഈ CO ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വരുന്നത്. സോ COയിൽ അത് കട്ട് ചെയ്ത് പോയ പോയിന്റിന് ഞാൻ 3 എന്ന് പേര് കൊടുത്തു. ദെൻ അതേപോലെ തന്നെ ഇവിടെ DO, ഈ DO എന്ന് പറയുന്നത് ഈ AOയുടെ നേരെ പുറകില. സോ ഈ ലൈനിൽ തന്നെയാണ്. സോ ഈ 1ന് നേരെ പുറകിലായിട്ട് അവിടെ വേറെ ഒരു പോയിന്റ് ഫോം ചെയ്യും, അതിന് ഞാൻ 4 എന്ന് പേര് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് ഫോം ചെയ്ത ഇതാണ് ഞാൻ 1 എന്ന് കൊടുത്ത്, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ 1 2 3 4 ഇപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ ടോപ്പ് വ്യൂ കിട്ടണ്ടേ? ടോപ്പ് വ്യൂവിൽ ഈ ഒരു 1 2 3 4 കാണണ്ടേ? ഈ 1 2 3 4 വരുന്നത് എവിടേക്കാ? 1 എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ AO എന്ന് പറയുന്നതിലാണ്, BO എന്ന് പറയുന്ന ഈ ലൈനിലാണ് ഈ 2 വരുന്നത്. അതുപോലെ തന്നെ CO എന്ന് പറയുന്ന ഈ ഉണ്ടായിരുന്ന ലൈനിലാണ് ഇവിടെ ഈ 3 വരുന്നത്. അങ്ങനെ ഓരോ പോയിന്റ്. അപ്പൊ അത് നമുക്കറിയാം, ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും ഉള്ള പോയിന്റ്സ് ഒരേ ലൈനിലായിരിക്കും കിടക്കുന്നത്. ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഒരൊറ്റ പ്രൊജക്ഷൻ ലൈനിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ എന്താ ചെയ്യുക? ഈ 1 എന്ന് പറയുന്ന പോയിന്റ് AOയിലാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യും. AO വരെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് കിട്ടും. ഏതാ ഈ പോയിന്റ്? ഇത് പോയിന്റ് 1. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയിന്റ് 2 എന്ന് പറയുന്നത് BOയിലാണ്. ഞാൻ അവിടുന്ന് താഴേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്റെ BOയിൽ വന്ന് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് കിട്ടും. ഏതാണ് ഈ പോയിന്റ്? ഇത് പോയിന്റ് 2. അതേപോലെ തന്നെ COയിലാണ് പോയിന്റ് 3. അത് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് 3 കിട്ടും. സിമിലർലി എനിക്ക് ഇവിടെ പോയിന്റ്, ഈ പോയിന്റ് 4 കിട്ടും. ഓക്കെ, സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ആ ഒരു പുതിയ സർഫസ് വരയ്ക്കാം. സോ എനിക്ക് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് കൂടാതെ ഇവിടെ ഒരു പുതിയ സർഫസ് ഫോം ചെയ്തു ഇങ്ങനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഡാർക്കൻ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും ഞാനിപ്പം ഇപ്പൊ വരയ്ക്കുന്ന ഇത് മാത്രമാണ് നമ്മുടെ ബാക്കി റിമൈനിങ് സോളിഡ്. ബാക്കി ഈ അപ്പെക്സ് ഇവിടെ ഉണ്ടായിരുന്ന ഈ പോർഷൻ മുഴുവൻ കട്ടായിട്ട് പോയി. സോ കട്ടായി പോയിട്ട് പുതുതായിട്ട് ഫോം ചെയ്ത ഒരു സർഫസ് ആണ് അത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സെക്ഷൻ ചെയ്തപ്പോൾ വന്ന ഒരു സർഫസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഹാച്ചിങ് ചെയ്യും. ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 45 ഡിഗ്രിയിൽ നമ്മൾ ഇങ്ങനെ ചരിച്ച് ലൈൻസ് വരയ്ക്കും. 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ച് ലൈൻസ് വരയ്ക്കും ആ സർഫസിനകത്ത് മാത്രം.
ബാക്കിയെല്ലാം കളറായിട്ട് തന്നെ കാണുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ ഒബ്ജക്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പല കളർ യൂസ് ചെയ്തിട്ടാണ് ഇതിവിടെ വരച്ചത്. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണോ അതോ പല കളർ കാണുന്നില്ലല്ലോ? ഞാൻ ആക്ച്വലി പല കളറിലെ പെന്നൊക്കെ യൂസ് ചെയ്ത് വരച്ചതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലേ? ഞാൻ ആക്ച്വലി ഓരോ ടൈപ്പ് കളർ ഉള്ള പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, അതെങ്ങനെ സെറ്റിംഗ്സ് മാറ്റി നോക്കിയില്ല. സാറേ ക്ലിയറും അല്ല, എഴുതിയേക്കുന്ന ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ഓക്കെ. ലെറ്റേഴ്സ് കാണാം, കളർ കാണത്തില്ല. കളർ ചെറുതായിട്ടാണ്, പച്ച മാത്രം കാണാം. ആരോ പച്ചയായിട്ട് കാണാം, പച്ചയും ചുവപ്പും കാണാം. ഷെയ്ഡും പച്ചയായിട്ട് ഡിസ്റ്റൻസ് വന്നുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാല്, അതിന് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വല്ലാതെ കോളിംഗ് സൗണ്ട് വരും. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്തത് ആദ്യം ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന പോലെ സിമ്പിൾ പൊസിഷൻ നമ്മൾ വരച്ചു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ എല്ലാം ലൈറ്റ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ കുറച്ച് പോർഷൻ കട്ടായി. ഞാനിവിടെ ഇത് വരച്ചപ്പോൾ ഡാർക്ക് ആയിപ്പോയി, അങ്ങനെ ആവരുത്. ഓക്കെ, സോ ലൈറ്റ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് പോയതിന് ശേഷമുള്ള ഫൈനൽ പോർഷൻ മാത്രമേ, ഫൈനൽ റിമൈനിങ് പോർഷൻ മാത്രമേ നമ്മൾ ഡാർക്ക് ആക്കി വരയ്ക്കാൻ പാടുള്ളൂ. ബാക്കി ഉള്ളത് കട്ടായി പോയതാണ്. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂവിലും അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിലും ഈ കട്ട് ചെയ്ത് പോയതിനു ശേഷമുള്ള ബാക്കി പോർഷൻ മാത്രമേ ഡാർക്ക് ആക്കി വരയ്ക്കാൻ പാടുള്ളൂ. സോ ഇത്രയാണ് റിമൈൻ. ഇത് കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ ഇപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരച്ചു. ആ കട്ട് ചെയ്ത് പോയപ്പോ സംഭവിച്ച പുതിയ ഒരു സർഫസ് ക്രിയേറ്റ് ആയത് നമ്മൾ എങ്ങനെയാണ് ടോപ്പ് വ്യൂവിൽ കാണുന്നതെന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പോയിന്റ് 1, 2, 3, 4 എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൽ എവിടെയാണോ കട്ടിംഗ് പ്ലെയിൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് അവിടെയാണ് ആദ്യം പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ആ പോയിന്റ്സിനെ അടുത്ത വ്യൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു. അങ്ങനെ പ്രൊജക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ്സ് 1, 2, 3, 4 കിട്ടി. ഓക്കെ, സോ 1, 2, 3, 4 പോയിന്റ്സ് കിട്ടി കഴിഞ്ഞപ്പോൾ സോറി, ഇത് 3, 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്തു. ഇപ്പോ നമ്മളുടെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും സെക്ഷണൽ ടോപ്പ്. സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ആവശ്യമുള്ള പോർഷൻ മാത്രം വെച്ചിട്ട് മുകളിലെ പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും ഇത് അതേപോലെ തന്നെ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ടോപ്പ്, അതാണ് സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇത് രണ്ടും വരയ്ക്കാൻ ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്ന ആദ്യം. അതേപോലെ തന്നെ ഇനി അടുത്തത് ഇതിന്റെ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇരുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നൊരു സോ ഇങ്ങനെ ഇരുന്നൊരു സംഭവം ആണ് ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്. ഓക്കെ, അതേപോലെ ഇത് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ഈ ടോപ്പ് വ്യൂ കാണുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ്, ഇവിടെ വന്ന ഈ സർഫസിന്റെ ട്രൂ ഷേപ്പ് കാണണമെങ്കിൽ നമുക്ക് ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിൽ നോക്കുക, ഇവിടെ ഡ്രോയിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്ങിൽ നമ്മൾ ഈ സെക്ഷൻ പ്ലെയിൻ വരച്ചിരിക്കുന്ന ഈ സെക്ഷൻ പ്ലെയിൻ ഉണ്ട്. ഈ സെക്ഷൻ പ്ലെയിനിന് പാരലായിട്ട് ഇവിടെ ഒരു പ്ലെയിൻ, ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ ഈ സെക്ഷൻ പ്ലെയിനിന് ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ചെയ്ത് പോയത്. ഈ സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേപോലെ ഇവിടെ ഒരു പ്ലെയിൻ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഇതിന്റെ ഇമേജ് കിട്ടുകയുള്ളൂ. എന്താണ് ട്രൂ ഷേപ്പ് എന്ന്. ആ കിട്ടുന്ന ഇമേജ് നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് ചരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇതിന്റെ ട്രൂ ഷേപ്പ് ഇമേജ് എടുക്കാൻ പറ്റും. ഓക്കെ,
കാരണം ഇങ്ങനെ ചരിഞ്ഞാണ് ട്രൂ ഷേപ്പ് കിടക്കുന്നത്. അപ്പൊ ആ കട്ടിംഗ് പ്ലെയിൻ എവിടെയാണോ അതിന് പാരലായിട്ട് ഒരു പ്ലെയിൻ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഇതിന്റെ ട്രൂ ഷേപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ആ എടുത്ത ട്രൂ ഷേപ്പ് നമുക്ക് ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തും. ഓക്കെ, അപ്പൊ ശരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താ, ഇവിടെ ഈ പ്ലെയിനും നമ്മുടെ ഈ വി പിയും തമ്മിൽ ചേർന്നിട്ട് ഒരു പുതിയ എക്സ് വൈ ലൈൻ പോലെ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ x1y1 ലൈൻ എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ ട്രൂ ഷേപ്പ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിങ്ങനെ നോക്കി, ഇതിപ്പോ ഞാൻ ടോപ്പ് വ്യൂ കാണിക്കാം. ഇത് ഇവിടെ നമ്മുടെ വി പി, അതിന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചു. ഞാനൊരു ഫസ്റ്റ് പേജിൽ ഒബ്ജക്റ്റ് മാത്രം വെച്ച് കാണിക്കാം. ഞാൻ ടോപ്പ് വ്യൂ മാത്രമാണ് കാണിക്കുന്നത്. നമ്മുടെ വി പി ഇവിടെ ഉണ്ട്. ഓക്കെ, വി പി ന്ന് കുറച്ച് മാറിയിട്ട് നമ്മുടെ ഈ കട്ട് ചെയ്ത ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല, എനിക്ക് കാണുന്നില്ല. എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ബാക്കി എല്ലാരും കാണാം സാർ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, സോ ഈ വി പി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ പോയിന്റ് നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആയിരുന്നു. 1, 2, 3, 4 എന്ന് പറഞ്ഞ പോയിന്റ്സ്. ഓക്കെ, സോ ഈ ഓരോ പോയിന്റ്സും വി പി എത്ര ഡിസ്റ്റൻസ് മുമ്പിലേക്കാണെന്ന് നോക്കുക. ഓക്കെ, ഇനി ഞാൻ സപ്പോസ് ഇത് വി പി ആണ് വിചാരിക്കും. സോ ഇവിടെ വി പി ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഈ വി പിയിലേക്ക് ഇങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്ത് പോയപ്പോ ഇവിടെ ഫോം ചെയ്ത ആ സർഫസിന്റെ ട്രൂ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ നമ്മുടെ ഈ കട്ടിംഗ് പ്ലെയിൻ ഉണ്ടായിരുന്ന പോലെ അതിന് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയിനില് ഈ ഓരോ പോയിന്റിന്റെയും ഇമേജ് ഉണ്ടാവും. ഈ ഓരോ പോയിന്റിന്റെ ഇമേജ് ഇങ്ങനെ ചരിച്ചു വെക്കുന്ന പ്ലെയിനിൽ ഉണ്ടാവും. ഓക്കെ, ഈ പോയിന്റിന്റെ ഇമേജ് ഉണ്ടാകുന്നത് ശരിക്കും വി പി ഈ പോയിന്റ് എത്ര ഡിസ്റ്റൻസ് മുമ്പിലേക്കാണോ അത്രയും ഡിസ്റ്റൻസ് മുമ്പിലേക്കായിരിക്കും ഈ പ്ലെയിനിൽ അതിന്റെ ഇമേജ് ഉണ്ടാകുക. ഈ പ്ലെയിനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത്രയും ഡിസ്റ്റൻസ് മുമ്പിലേക്കായിരിക്കും ആ പോയിന്റിന്റെ ഇമേജ് ഉണ്ടാകുക. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റിന്റെയും ഇമേജ് ശരിക്കും ഫോം ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ചരിഞ്ഞ പ്ലെയിനിൽ എനിക്ക് ഇവിടെ ഞാൻ ചരിഞ്ഞ പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ഈ ചരിഞ്ഞ പ്ലെയിനിൽ എനിക്ക് ഈ പോയിന്റിന്റെ ഈ ഓരോ പോയിന്റിന്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ പോയിന്റ് കിട്ടും, ഇവിടെ പോയിന്റ്, അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ശരിക്കും. ഞാൻ ഇത് വരയ്ക്കുന്നില്ല. ഇങ്ങനെ ഇവിടുന്ന് 1, 2, 3, 4 എന്ന് പറഞ്ഞൊരു വലിയ ട്രപ്പീസ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, 1, 2, 3, 4, 1 എന്നുള്ള രീതിയിൽ ഒരു ട്രപ്പീസും കിട്ടുക. അത് ഈ ഓരോ പോയിന്റ്സും ഇവിടെ ഉണ്ടായിരുന്ന വി പി എത്ര ഡിസ്റ്റൻസ് മുമ്പിലേക്കാണോ അത്രയും ഡിസ്റ്റൻസ് വി പി മുമ്പിലേക്കായിരിക്കും ഈ പ്ലെയിനിലും അതിന്റെ ഇമേജസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി ഫോം ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ഞാനത് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കാണിക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്തതിനകത്ത് വി പി ഇവിടെ ഒരു വി പി ഉണ്ടെന്ന് വിചാരിച്ചു. ഈ വി പി എത്ര ഡിസ്റ്റൻസ് മുമ്പിലേക്കാണോ ഈ ഓരോ പോയിന്റും ഇരിക്കുന്നത് അത്രയും മുമ്പിലേക്കായിട്ടായിരിക്കും ഇതിൽ ആ ഫോം ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനെ നമ്മുടെ ഇമേജിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വി പി ഇവിടെ വി പി ഉണ്ടായിരുന്നെങ്കിൽ ആ വി പിയിലേക്ക് ഇതിനെ നിവർത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇതിന്റെ കറക്റ്റ് ട്രൂ ഷേപ്പ് നമുക്ക് ഇവിടെ ഇതിലിങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നിവർത്തുമ്പോൾ സംഭവിക്കുന്ന ഇത് അത്ര നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ മനസ്സിലാവുമോ എന്ന് എനിക്ക് സംശയം. ഓക്കെ, സോ
സോ ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇതിനെ ഇങ്ങോട്ട് നിവർത്തുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡിസ്റ്റൻസ് മുമ്പിലേക്കാണോ ഈ ഓരോ പോയിന്റ് ഫോം ചെയ്ത് നമ്മളിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഈ പുതിയ x1 y1 ലൈനിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ടായിരിക്കും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ x1 y1 ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമുക്ക് ആ ഓരോ പോയിന്റ്സും റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വിഷ്വലി അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ ശരി ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് വരയ്ക്കുന്നതിനകത്ത് എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറയാം. ഓക്കെ, സോ ഞാൻ വരയ്ക്കുന്നതിനകത്ത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന് പാരലായിട്ട് ഈ ഒരു കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് നമ്മൾ ഇവിടെ ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിലേക്ക് ഇമേജ് എടുത്തിട്ട് അതാണ് ഇങ്ങോട്ട് നിവർത്തി ഇടാൻ പോകുന്നത്. ഓക്കെ, സോ ഈ കട്ടിംഗ് പ്ലെയിൻ എങ്ങനെയാണോ പോയത് ആ കട്ടിംഗ് പ്ലെയിന് പാരലായിട്ട് നമ്മൾ കുറച്ച് മാറി ഇവിടെ ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിൽ ഇതിന്റെ ട്രൂ ഷേപ്പ് ഇമേജ് എടുത്തിട്ട് ഇങ്ങോട്ട് നിവർത്തി ഇടുമ്പോൾ നമുക്ക് ആ ട്രൂ ഷേപ്പ് ഇമേജ് ഇവിടെ കിട്ടും. അതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ഇതേപോലെ ഒരു കറക്റ്റ് ഇതിന് പാരലായിട്ട് തന്നെ ഞാൻ ഇതിന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി പുതിയൊരു XY ലൈൻ വരയ്ക്കാം. ലെറ്റ് ദിസ് ബി x1 y1. ഒരു x1 y1 ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ഈ ഓരോ പോയിന്റ്സും ഇവിടെ നമുക്ക് എത്രയൊക്കെ കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടോ ആ എല്ലാ കട്ടിംഗ് പോയിന്റ്സും ഞാൻ ഈ കട്ടിംഗ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും. ഓക്കെ, കട്ടിംഗ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും. സോ ഇവിടെ നമുക്ക് 1ഉം 4ഉം ഉണ്ട്, ഇവിടെ നമുക്ക് 2ഉം 3ഉം ഉണ്ട്. സോ ഈ 2ഉം 3ഉം കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും. ആ പ്രൊജക്ട് ചെയ്തിട്ടതിനകത്ത് ഞാൻ ഓരോ പോയിന്റ്സും റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സപ്പോസ് 1 റെപ്രസെന്റ് ചെയ്യണം. 1 എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് ഇവിടെ അതിന്റെ ട്രൂ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ XY ലൈനിൽ നിന്ന് 1 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസിൽ ഇങ്ങനെ ആ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് പുതിയ x1 y1 നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ പുതിയ x1 y1 നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പം XY ലൈനിൽ നിന്ന് 1 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂല് ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. സോ എനിക്ക് ഇവിടെ പോയിന്റ് 1 കിട്ടും. ഇനി ഈ പോയിന്റ് 4 മാർക്ക് ചെയ്യണമെങ്കിൽ XY ലൈനിൽ ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ടുണ്ട്, ഇതേ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടുത്തെ x1 y1 നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, സോ എനിക്ക് ഇവിടെ പോയിന്റ് 4 കിട്ടി. ഇതേപോലെ തന്നെ എനിക്ക് 2ഉം 3ഉം മാർക്ക് ചെയ്യാൻ ഇതേപോലെ തന്നെ ഈ XY ലൈനിൽ നിന്ന് നമ്മുടെ ടോപ്പ് വ്യൂവിൽ 3ലേക്കും 2ലേക്കും ഉള്ള ഡിസ്റ്റൻസുകൾ എടുത്തിട്ട് ഇവിടുത്തെ x1 y1 നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. സോ നമുക്ക് ഇവിടെ പോയിന്റ് ലെറ്റ് ദിസ് ബി 3 and this be 2. അതായത് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു 3 കിട്ടി. ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് 2 കിട്ടി. ഇനി ഇത് കണക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പുതുതായിട്ട് കട്ട് ചെയ്ത് ഫോം ചെയ്ത ഷേപ്പിന്റെ ഒറിജിനൽ ട്രൂ ഷേപ്പ് എനിക്ക് ഇവിടെ കിട്ടും. അത് നമ്മുടെ കട്ട് ചെയ്ത് കിട്ടിയ പ്ലെയിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ആച്ച് ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ സെക്ഷൻ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് സോളിഡ് എന്ത് സോളിഡ് ആണെന്ന് തരും, അതിന്റെ ഡയമെൻഷൻസ് തരും, ദെൻ അതിന്റെ ഓറിയന്റേഷൻ തരും. അതനുസരിച്ചിട്ട് നമ്മൾ ആ സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നു. ദെൻ കട്ടിംഗ് പ്ലെയിൻ ഏത് ടൈപ്പ് ഓഫ് കട്ടിംഗ് പ്ലെയിൻ ആണെന്ന് പറയും. ദെൻ ആ കട്ടിംഗ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ആ ഇൻക്ലിനേഷൻ അനുസരിച്ചിട്ട് നമ്മൾ
അതിന്റെ പാസിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം ആദ്യം. അതിൽ കൂടെ ആ ഇൻക്ലിനേഷനിൽ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യും. ദെൻ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്ന ഓരോ എഡ്ജസിലും കട്ട് ചെയ്യണം. ചിലപ്പം ഇതിപ്പം ബേസിൽ കട്ട് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ഈ സ്ലാൻഡ് എഡ്ജസിന് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ചില കേസിൽ ചിലപ്പോൾ ഇവിടെ കൂടെ കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്നു വിചാരിച്ചു. ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്നത് വിചാരിച്ചു. ഇങ്ങനെയാണ് കടന്നു പോകുന്നത്, ചിലപ്പോൾ അത് ബേസിലും കൂടെ ചേർത്തായിരിക്കും കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ കുറച്ച് പോയിന്റ്സ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, കുറച്ച് പോയിന്റ്സ് ഇവിടെ ഈ ബേസിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ ഏതൊക്കെ ലൈൻസിനെ നമ്മുടെ ഇതിൽ കട്ട് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ആ ഒരു ലൈൻ എത്ര എഡ്ജസിനെയാണ് ആക്സിസ് സോളിഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ നെയിമിംഗ് നോക്കി അറിയാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് അത്രയും പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്യുക. ദെൻ ആ പോയിന്റ്സിനെ കറസ്പോണ്ടിങ് ലൈൻസിലേക്ക് ടോപ്പ് വ്യൂയിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, പ്രൊജക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ 1 എന്ന് പറയുന്നത് AO എന്ന് പറയുന്ന എഡ്ജിലാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ AOയിലേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടും. ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് നമ്മളോട് മാർക്ക് ചെയ്തിരിക്കുന്നത് B2 ബ്രാക്കറ്റിലല്ല, 3 ബ്രാക്കറ്റിൽ. ഇവിടെ B ബ്രാക്കറ്റിലല്ല, C ബ്രാക്കറ്റിൽ. അപ്പൊ 2 എന്ന് പറയുന്നത് BOയിലുള്ള പോയിന്റ് ആണ്. ഓക്കെ, സോ BOയിലുള്ള പോയിന്റ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ 2' എന്ന് താഴേക്ക് പ്രൊജക്ട് ചെയ്തു, ടോപ്പ് വ്യൂവിലെ BOയിലേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് 2 കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ പോയിന്റ്സിന്റെയും കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്ത് അതിനെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇവിടെ പുതിയ കട്ട് ചെയ്തുണ്ടായ സെക്ഷൻ സർഫസ് റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കട്ടായി പോയ ഈ പോർഷൻ എല്ലാം ലൈറ്റ് ആയിട്ടിരുന്ന് അങ്ങനെ ഇരിക്കട്ടെ. കട്ടായിട്ട് ശേഷം ബാക്കി റീറ്റെയിൻ ചെയ്ത പോർഷൻ മാത്രം നമ്മൾ ഡാർക്കൻ ചെയ്യുള്ളൂ. അപ്പൊ ആ ഡാർക്കൻ ചെയ്യുന്ന സമയത്ത് ചിലർ വിട്ടുപോകുന്നത് ഈ പോർഷനാണ്. ഇത് ഡാർക്കൻ ചെയ്യാൻ പറ്റും, അതും ഡാർക്കൻ ചെയ്യണം. ഈ സ്ലാൻഡ് എഡ്ജ് ഇവിടെ വരെ ഉള്ളൂ, അവിടെ വെച്ച് കട്ടായിട്ട് മുകളിലേക്കുള്ള ഭാഗം റിമൂവ് ചെയ്തു. ഈ സ്ലാൻഡ് എഡ്ജ് 3 വരെ ഉള്ളൂ, അവിടെ വരെ ഡാർക്ക് ആക്കാം. ഇതിന് ഇങ്ങോട്ടുള്ള പോർഷൻ കട്ടായി പോയി. ഓക്കെ, അപ്പോ അങ്ങനെ ഈ സ്ലാൻഡ് എഡ്ജസും ഇതെല്ലാം ചേർത്തിട്ടുള്ള ബാക്കി നമ്മൾ ഡാർക്കൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ടോപ്പ് വ്യൂ കിട്ടി. എന്നിട്ട് ഈ സെക്ഷൻ പ്ലെയിൻ പുതിയ സെക്ഷൻ സർഫസ് മാർക്ക് ചെയ്ത് നമ്മൾ ഹാച്ച് ചെയ്ത് കാണിക്കുന്നു. അത് മസ്റ്റായിട്ട് ചെയ്യണം, കാരണം ഇത് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഫോം ചെയ്ത സർഫസ് ആണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ് എടുക്കും. ട്രൂ ഷേപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ പ്ലെയിനിന് പാരലായിട്ട് നമ്മളുടെ ഈ സോള്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് ആണ്. നിങ്ങളുടെ ഈ ഡിസ്റ്റൻസ് ഞാൻ കുറെ കൂടെ എടുത്തിട്ട് ഞാൻ ഇവിടെ ലൈൻ വരച്ചെങ്കിൽ എന്റെ ഇത് വരച്ചു വരുമ്പോൾ ഈ ഒബ്ജക്ട് പുറത്തു പോയാലും. ഓക്കെ, അപ്പൊ അങ്ങനെ പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ ഈ ഓൾറെഡി വരച്ചേക്കുന്ന ഡ്രോയിങ്ങിനകത്തേക്ക് ഒരുപാട് കയറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ഈ X1 Y1 ലൈൻ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോ അത് ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലോജിക്കിനനുസരിച്ചിട്ടാണ്. ഓക്കെ, സോ ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് നമ്മൾ പുതിയൊരു X1 Y1 ലൈൻ വരച്ചു. അതായത് ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് ഇവിടെ ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിനെ ഇങ്ങോട്ട് നിവർത്തി എടുക്കുന്ന പോലെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിനെ ഇങ്ങോട്ട് നിവർത്തിയിടുന്ന പോലെയാണ്. അപ്പൊ ഫോം ചെയ്യുന്ന ലൈനാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാൻ ചെയ്തത് എന്താണ്? XY ലൈനിൽ നിന്ന് ഈ ഓരോ പോയിന്റിലേക്കും 4 എനിക്ക് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ XY ലൈനിൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഈ 4' നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ പ്രൊജക്ട് ചെയ്തിട്ടു. ആ ലൈനിൽ പലപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നത് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിന്റ് എടുത്തു. അവിടെ നിന്നല്ല, പുതിയ നമ്മൾ X1 Y1 ലൈൻ എവിടെയാണോ വരച്ചത് അവിടെ നിന്ന് നമ്മൾ പോയിന്റ് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 കിട്ടും. അതുപോലെ എല്ലാ പോയിന്റ്സും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ട്രൂ ഷേപ്പ്. സോ ഇതാണ് ഒരു സെക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു ജനറൽ രീതി. ഇത് ഇൻക്ലൈൻ ടു HP ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഇൻക്ലൈൻ ടു VP ഉള്ള സംഭവം ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെയുള്ള രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷെ ഇതൊന്ന് ഫെമിലറൈസ് ആയിട്ട് നമുക്ക് 2-3 ക്ലാസ്സുകളായിട്ട് നമുക്ക് പോകാം. എക്സാം കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ, അത് നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, അല്ലാതെ എല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ ക്ലാസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതിന്റെ പാരലായിട്ട് ചെയ്ത് പോകാൻ എനിക്കത് മോണിറ്റർ ചെയ്ത് ഓരോരുത്തരും ക്ലാസ്സിൽ വന്നിങ്ങനെ ബുക്കിൽ പറയുന്ന പോലെ നോക്കാനൊന്നും പറ്റാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും സെറ്റ് ആയോ നമുക്ക് നോക്കാം. ഇനി ഇത് 2 രീതിയിൽ ഈ ട്രൂ ഷേപ്പ് എടുക്കുക. അതിൽ ഒരു രീതിയാണ് ഞാനിപ്പോ പറഞ്ഞത്, മറ്റേ രീതിയും കൂടെ ഇപ്പൊ തന്നെ ഞാൻ പറയും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ അതിലും കൂടെ പറയാൻ പോവാണ്. അപ്പൊ അതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്കിപ്പം ലൈൻ റൊട്ടേഷൻ, പ്ലെയിൻ റൊട്ടേഷൻ ഉണ്ട്, മെത്തേഡ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ആണ്. ഇവിടെ ഒരു ഓക്സിലറി പ്ലെയിൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് ആ പ്ലെയിൻ നിവർത്തിയെടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഈ ഒരു സെക്ഷൻ പ്ലെയിനെ നമ്മൾ എടുത്തിട്ട് ഇപ്പുറത്ത് നേരെ കൊണ്ടുവന്നു. ഓക്കെ, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സെക്ഷൻ പ്ലെയിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ സെക്ഷൻ പ്ലെയിനിൽ ഇവിടെ കുറെ പോയിന്റ്സ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ പോയിന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നേരെ വെക്കും. ഓക്കെ,
അപ്പൊ നമുക്ക് ഈ ഫുൾ ലെങ്ത് ടോപ്പിൽ നോക്കി കാണാൻ പറ്റും. എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് പ്രൊജക്ട് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടും പ്രൊജക്ട് ചെയ്യും. അതായത് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ടോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സോളിഡിന്റെ, ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഒറിജിനൽ ഷേപ്പ് കാണാൻ പറ്റാത്തത്. പകരം ഞാൻ ഇതിന് ഇങ്ങനെ വെച്ചാലോ, ഈ പുതിയ സർഫസ് എച്ച് പിക്ക് പാരലാക്കി വെച്ചാലോ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ തന്നെ ഇതിന്റെ ഒറിജിനൽ ഷേപ്പ് കാണാൻ പറ്റില്ലേ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റും ഇങ്ങോട്ടോ ഇവിടെ വി പി ഉണ്ടെങ്കിൽ ആ വി പിന്ന് മുമ്പോട്ടോ പുറകോട്ടോ മാറുന്നില്ല, പകരം ഇങ്ങനെ സൈഡിലേക്ക് മാത്രമേ മാറുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ കിട്ടിയ ഈ ഇത്രയും പോയിന്റ്സ്, ഈ ഓരോ പോയിന്റ്സും ഇങ്ങനെ സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യും. അതേപോലെ ഈ കട്ടിംഗ് പ്ലെയിൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൽ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസുകൾ എത്രയാണോ അത് ഇവിടുന്ന് തന്നെ കോമ്പസിനെ എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യും. അങ്ങനെ പോയിന്റ്സ് കിട്ടി കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും പ്രൊജക്ട് ചെയ്യും. ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ ഞാൻ എടുത്ത് നേരെ വരച്ചു. ഓക്കെ, സോ കട്ടിംഗ് പ്ലെയിൻ എടുത്ത് നേരെ വരച്ചതിന് ശേഷം ഞാൻ അതിൽ ഈ പോയിന്റ് ഞാൻ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യാണ്. ദിസ് ഈസ് പോയിന്റ്. ഇവിടെ 1' ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 4' ഉണ്ടായിരുന്നു. ഓക്കെ, 1' 4' ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ കോമ്പസിൽ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അടുത്ത പോയിന്റ്സ് കൂടെ മാർക്ക് ചെയ്യാം. ഏതാണ് നമ്മുടെ പോയിന്റ് 2' 3'. സോ 2' 3' ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തത് ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന സംഭവത്തിന് ഞാൻ എടുത്ത് ഇങ്ങനെ ആക്കി വെക്കാൻ പോവാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എനിക്ക് പോയിന്റ് 1ന്റെ ട്രൂ ഷേപ്പ് ഇവിടെയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഞാൻ ഇവിടുന്ന് 1 നേരെ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ട്രൂ ഷേപ്പ് കാണാൻ പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത സംഭവം ചെയ്യേണ്ട, ഈ സംഭവം മാത്രം ചെയ്താൽ മതി. രണ്ടും കൂടെ ഒരെണ്ണത്തിനകത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് പോയിന്റ് 1ന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു, ഇവിടുന്ന് ആ 1 XY ലൈന് പാരലായിട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. സോ ഇത് രണ്ടും മീറ്റ് ചെയ്തെടുത്ത് എനിക്ക് ഇവിടെ പോയിന്റ് 1ന്റെ ട്രൂ ഷേപ്പ് കിട്ടി. ഇതേപോലെ തന്നെ പോയിന്റ് 4 ഇങ്ങോട്ട് ഈ ലൈനിലാണ് വരുന്നത്. ഇവിടുന്ന് ആ പോയിന്റ് 4 ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ എനിക്ക് പോയിന്റ് ഇതാണ് എന്റെ പോയിന്റ് 4ന്റെ ട്രൂ പോയിന്റ്. ഓക്കെ, ഇതേപോലെ എനിക്ക് ഇവിടുന്ന് 2ഉം 3ഉം ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്താൽ ഇതിലെവിടെയാണ് 2ഉം 3ഉം വരുന്നത്. അതേപോലെ ഇവിടുന്ന് ഞാൻ ഇവിടെ 3 ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്നു, ഈ 2 ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടുന്നുള്ള 2ഉം ഇവിടുന്നുള്ള 2ന്റെയും കൂടെ മീറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് പോയിന്റ് 2 കിട്ടി. അതുപോലെ ഇവിടെ നമുക്ക് പോയിന്റ് 3 കിട്ടി. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെക്ഷൻ സർഫസിന്റെ പുതുതായിട്ട് ഫോം ചെയ്ത സർഫസിന്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെയും നമ്മളിത് പുതിയ സർഫസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സെക്ഷൻ ചെയ്യും, ഹാച്ചിങ് ചെയ്യും. ഹാച്ചിങ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഇവിടെ ട്രൂ ഷേപ്പ് എടുത്താലും അതേപോലെ തന്നെ നിങ്ങൾ ഇതിന് പകരം ഇവിടേക്ക് ഇങ്ങനെ ട്രൂ ഷേപ്പ് എടുത്താലും രണ്ടും ഓക്കെ. ഇത് ഇങ്ങനെ ഇവിടെ ട്രൂ ഷേപ്പ് എടുത്താലും അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ ട്രൂ ഷേപ്പ് എടുത്താലും ഇത് രണ്ടിലും കിട്ടുന്ന ട്രൂ ഷേപ്പ് സെയിം സൈസും ഷേപ്പും ഒക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അതിന് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാം. നിങ്ങളുടെ
വരയ്ക്കുന്നതിനകത്തുള്ള സ്പേസും ലിമിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ കൂടുതലും ഈ ഒരു രീതിയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യുമ്പോഴുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള തെറ്റുകളിലേക്കായി കൺഫ്യൂഷനും അതുപോലെ ഉണ്ടാകാനുള്ള കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഉണ്ടാകാനുള്ള തെറ്റുകളും കുറവായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിലൊന്നേ ഉള്ളൂ ഇതേ സംഭവ ലൈൻ തന്നെ. ഇത് ഈ ഡിസ്റ്റൻസും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് ഞാൻ ഇവിടെ ലൈൻ വരയ്ക്കുന്നതിന് പകരം ഇതേ ലൈൻ കുറച്ചുകൂടെ മുകളിലോട്ട് വെച്ചാലും ഇവിടുന്ന് തന്നെ പ്രൊജക്ട് ചെയ്ത് വരും. ഇതേ രീതി തന്നെ ഇവിടെ കിട്ടാം. ഈ ഒരു ഡിസ്റ്റൻസിന് പ്രത്യേകിച്ച് ഒരു റിലവൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ എക്സ് ലൈനിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ഇടുന്നുള്ളൂ. ഇതിനിപ്പോ ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല. ഇവിടെ ഈ ലൈൻ ഇവിടെ വരച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് 1, 2, 3, 4 മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്താലും വരക്കണം. എക്സ് ലൈന് പാരലായിട്ട് ഇതിനെ എടുത്തിട്ട് എക്സ് ലൈന് പാരലായിട്ട് വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു സെക്ഷൻ ചെയ്ത് ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാനുള്ള അത്രയുള്ള മെത്തേഡ്. ഇതിൽ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് സോൾഡറിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ സെക്ഷൻ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്ത് HP പാരലാക്കി വെച്ചിട്ട് ഉള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ട്രൂ ഷേപ്പ്. ഞാൻ ഇതാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചില 1-2 ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് വരും ഇതിനകത്ത്. ഈ ട്രൂ ഷേപ്പ് തന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് സെക്ഷൻ പ്ലെയിനിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് റയറായിട്ട് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ രീതിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ സെക്ഷൻ പ്ലെയിൻ ഏത് ആംഗിളിലാണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് ഇവിടെ X1 Y1 വരയ്ക്കാൻ പറ്റുള്ളൂ, എന്നിട്ട് ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് സെക്ഷൻ പ്ലെയിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ഈ X1 Y1 വരച്ച് ഈ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറ്റത്തില്ല ആദ്യം. കാരണം ഏത് ആംഗിളാണെന്ന് അറിയത്തില്ല, ഇതിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഈ രീതിയിൽ ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം പിന്നീട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അതുമായിട്ട് കൺഫ്യൂസ് ചെയ്യണ്ട. ഈ 2 രീതിയിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ ഇതാണ് കൂടുതൽ പ്രിഫേർഡ്. ഓക്കെ, ഇതിനിടയിൽ കുറച്ച് പേർക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അഡ്രസ് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം എന്താ അത് സുരേഷ്, നിങ്ങളുടെ നെറ്റ് തീർന്നാണോ, എന്താ പ്രോബ്ലം എന്നറിയില്ല. ഓക്കെ, സോ ഇതിന്റെ റെക്കോർഡിംഗ് ഇട്ടിട്ടാണ് ഞാൻ ആദ്യമേ ചെയ്തത്. ആ റെക്കോർഡിംഗ് പ്രോസസ്സിംഗ് ആയിരുന്ന ഇടയ്ക്ക് എൻ്റെ ലാപ്പ് ക്രാഷ് ആയപ്പോഴും എനിക്ക് തോന്നുന്നു ക്ലൗഡ് മീറ്റിംഗ് ആയതുകൊണ്ട് റെക്കോർഡിംഗ് പ്രോസസ്സിംഗ് ആയിരുന്നിരിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലത്തിന്റെ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കൂ. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് രീതിയിൽ ഒന്ന് വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ഗൂഗിൾ ക്ലാസ് റൂം എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഗൂഗിൾ ക്ലാസ് റൂം ലിങ്കിനകത്ത് ഈ ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് വരച്ചിട്ട് നന്നായിട്ട് വരച്ചിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് റിലേറ്റഡ്, ഇതിപ്പം ഒരു സ്ക്വയർ പിരമിഡിന്റെ കേസ് വെച്ച് പറഞ്ഞു. 2-3-4 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഓക്കെ, എന്നിട്ട് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ എൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരാൻ നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നെറ്റിന്റെ ലിമിറ്റേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഡേറ്റ ലിമിറ്റേഷൻ ഉണ്ടാവും. അല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് വേണമെങ്കിൽ വൈകിട്ട് വല്ലതും കഴിഞ്ഞ ദിവസം ചെയ്തപോലെ ഒരു നൈറ്റോ 8 മണിക്കോ വല്ലതും ഒരു സെഷൻ വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് ഡേറ്റ അവൈലബിൾ ആണെങ്കിൽ. എല്ലാവർക്കും അതിന്റെ ലിമിറ്റേഷൻ ഒരുപാട് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പം ഇതാണ് ഒരു സെക്ഷൻ സോളിഡ്സിന്റെ ഒരു കൺസെപ്റ്റ്. എങ്ങനെയാണ് സെക്ഷൻ ചെയ്യേണ്ടത് ഒന്നുകൂടെ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾ സോളിഡ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സോളിഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, സോളിഡിന്റെ ഡയമെൻഷൻസ് ഐഡന്റിഫൈ ചെയ്യണം, സോളിഡിന്റെ ഓറിയന്റേഷൻ ഐഡന്റിഫൈ ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. ദെൻ സെക്ഷൻ പ്ലെയിൻ ഏത് ടൈപ്പ്, ഇൻക്ലൈൻ ടു HP ആണോ VP ആണോ എങ്ങനെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. അതനുസരിച്ചിട്ട് അതിന്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് നോക്കണം. ദെൻ ഏത് വ്യൂവില് ഇൻക്ലൈൻ ടു HP VP എന്നുള്ള അനുസരിച്ചിട്ട് ഏത് വ്യൂവില് സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ദെൻ അത് മനസ്സിലാക്കിയെടുത്തേക്കുന്നത് അനുസരിച്ചിട്ട് പാസിംഗ് പോയിന്റ് ഐഡന്റിഫൈ. ഒരു പാസിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പാസിംഗ് പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നത് പറഞ്ഞിട്ടുണ്ടാവും. ആ പാസിംഗ് പോയിന്റ് അനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുക. സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് എഡ്ജസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുക.
എഡ്ജസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ഫിഗർ ഒന്നുകൂടെ സ്പോട്ട്ലൈറ്റ് ചെയ്യാം. സോ ഓക്കെ, സോ നമ്മൾ സെക്ഷൻ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, എന്നാലും നോക്കാം. ഈ സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്ത ശേഷം ഇവിടെ ഏതൊക്കെ എഡ്ജസിനെ കട്ട് ചെയ്യുന്നു നോക്കുക. അവിടെയൊക്കെ അതിന് എത്ര എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈന് ഇവിടെ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു പോയിന്റേ ഉള്ളെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇവിടെ ഒരു ലൈനിനെയാണ് ഈ ഡ്രോയിങ്ങിൽ കട്ട് ചെയ്യുന്നതെങ്കിലും ആക്ച്വലി ഇത് ഇവിടെ രണ്ട് എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അതിനുശേഷം ഇവിടെ രണ്ട് പുതിയ പോയിന്റ് ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ അങ്ങനെ കൃത്യം എല്ലാ പോയിന്റ്സും ഫോം ചെയ്തതിന് ശേഷം അത് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ കറസ്പോണ്ടിങ് അടുത്ത വ്യൂവിലേക്ക് പ്രൊജക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ലൈൻസിൽ പ്രൊജക്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു സെക്ഷന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക, ഹാച്ച് ചെയ്യുക. ദെൻ ട്രൂ ഷേപ്പ് വരയ്ക്കുന്ന രണ്ട് മെത്തേഡ്സ് പറഞ്ഞു. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യത്തെ ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ രണ്ടും വരച്ചു വെക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കും. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. എവിടെയെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. സോ എല്ലാവരും, ഞാൻ പെന്നൊക്കെ എടുത്ത് പേപ്പറൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എല്ലാവരുടെ കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് 40 mm, a square pyramid of base 40 mm and height 60 mm and height 60 mm, a square pyramid of base 40 mm and height 60 mm is resting on its base on HP, is resting on its base on HP, is resting on its base on HP with an edge of the base parallel to VP, with an edge of the base parallel to VP. It is cut by an auxiliary inclined plane. It is cut by an auxiliary inclined plane. Auxiliary inclined plane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VP ക്ക് പെർപെൻഡിക്കുലറും HP ക്ക് ഇൻക്ലൈൻഡും ആയിട്ടുള്ള പ്ലെയിനെയാണ് നമ്മൾ auxiliary inclined plane എന്ന് പറയുന്നത്. It is cut by an auxiliary inclined plane at 45 degree to HP. It is cut by an auxiliary inclined plane at 45 degree to HP, bisecting its axis. Bisecting its axis. That means passing point ആണ് അവിടെ പറയുന്നത്. ആക്സിസിന്റെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബൈസെക്ടിങ് ഇറ്റ്സ് ആക്സിസിനെ രണ്ട് ഈക്വൽ പോർഷൻ ആയിട്ട് ബൈസെക്ട് ചെയ്യും. എ സ്ക്വയർ പിരമിഡ് ആണ്, പ്രശ്നമല്ല, ശ്രദ്ധിക്കാം. സ്ക്വയർ പിരമിഡ്, എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് 40 mm and height 60 mm is resting on HP with an edge of the base parallel to VP. It is cut by an auxiliary inclined plane at 45 degree with HP, bisecting its axis. Bisecting its axis. Draw its sectional views. Sectional front view, sectional top view. Draw its sectional views and find the true shape of the section. Draw its sectional views and find the true shape of the section.
സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണം സോളിഡ് എന്ത് സോളിഡ് ആണ്, സോളിഡിന്റെ ഡയമെൻഷൻസ് എന്താണ്. ഓക്കെ, സോളിഡ് എന്ത് സോളിഡ് ആണ്, സോളിഡിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഓറിയന്റേഷൻ. ഇവിടെ ഓറിയന്റേഷൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, ഒരു വൺ ഓഫ് ദി ബേസ് എഡ്ജസ് പാരലൽ ടു വി പി എന്നുള്ളതാണ് അതിന്റെ ഓറിയന്റേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. ദെൻ സെക്ഷൻ പ്ലെയിൻ. സെക്ഷൻ പ്ലെയിൻ എന്ത് ടൈപ്പ് സെക്ഷൻ പ്ലെയിൻ ആണ്, ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു HP ആണ്. ഓക്കെ, സോ ഇൻക്ലൈൻഡ് ടു HP ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് വ്യൂവിലായിരിക്കും അതിന്റെ സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഓക്കെ, അപ്പോ ദെൻ വേണ്ടുന്ന ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പാസിംഗ് പോയിന്റ്. അടുത്ത ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞേക്കുന്നത് ബൈസെക്ടിങ് ഇറ്റ്സ് ആക്സിസ്. സെക്ഷൻ പ്ലെയിൻ കടന്നു പോകുന്നത് ഇറ്റ് ഈസ് സെക്ഷൻ സോ ദാറ്റ് ബൈസെക്ടിങ് ഇറ്റ്സ് ആക്സിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബൈസെക്ടിങ് ദ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിന്റെ മിഡ് പോയിന്റിൽ കൂടെ സെക്ഷൻ പ്ലെയിൻ കടന്നു പോകുന്നു. ആക്സിസിനെ 2 ഈക്വൽ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആക്സിസിന്റെ മിഡ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ കൂടെ വേണം ഈ 45 ഡിഗ്രിയിൽ നമ്മൾ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ള വേറൊരു കാര്യം അതും കൂടെ ഒന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത്, ഇങ്ങനെ ചരിച്ചു വേണമെങ്കിലും കട്ട് ചെയ്തുകൂടെ? ചെയ്യാം. സെക്ഷൻ പ്ലെയിൻ 45 ഡിഗ്രി ടു HP എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകണം. അത് ഇങ്ങനെ വേണേലും വെക്കാം, ഇങ്ങനെ വേണേലും വെക്കാം. ഞാനിപ്പോ ഇവിടെ ഇങ്ങോട്ട് ഈ മെത്തേഡും ഇങ്ങോട്ട് ഈ മെത്തേഡും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നുള്ളൂ. ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്യുന്ന ആണ് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിനനുസരിച്ചിട്ട് ഇതിന്റെ നേരെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടെ അതുപോലെ ട്രൂ ഷേപ്പ് മിറർ ഇമേജ് ആയിട്ടായിരിക്കും കിട്ടുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 45 ഡിഗ്രിയിൽ ഇങ്ങനെ വേണേലും കട്ട് ചെയ്യാം, ഇങ്ങനെ വേണേലും കട്ട് ചെയ്യാം. ഞാൻ ഇവിടുത്തെ രീതിയിൽ ഇങ്ങോട്ട് ഇതും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഞാനൊന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് ചാറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു 1-2 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 കാര്യങ്ങളോടൊന്ന് കാണിക്കാം.
ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാം. ഇങ്ങനെ ഇന്റേണൽ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും സെക്ഷൻ ചെയ്ത് കാണിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ സെക്ഷൻ ചെയ്ത് അതിന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പല ടൈപ്പ് കട്ടിംഗ് പ്ലെയിൻ പറയുന്നത്. ഇത് പാരലൽ ടു HP ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ HP ക്ക് പാരലായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പ് വ്യൂവിൽ തന്നെ ഡയറക്റ്റ് അതിന്റെ ട്രൂ ഷേപ്പ് കാണാൻ പറ്റും. ഇനി പല രീതിയിൽ കട്ട് ചെയ്യാം. ഈ ടൈപ്പ് ഒരു കേസാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ അതിന്റെ ഇത് കാണാൻ പറ്റും. ഈ കേസാണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു വ്യൂവിലും അത് കാണാൻ പറ്റില്ല. അപ്പൊ അതിന് പാരലായിട്ട് വേറൊരു ഓക്സിലറി പ്ലെയിൻ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ അതിന്റെ ട്രൂ ഷേപ്പ് എടുക്കുന്നത്. ഓക്കെ, സോ ഇതേപോലെ ഇത് ഇൻക്ലൂഡിങ് സൈഡ് വ്യൂ ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഇത് VP, ഇത് HP, ഇത് സൈഡ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. നമ്മൾ അതിലേക്ക് പോയിട്ടില്ല. ഇത് അതേപോലെ ഒരു സിലിണ്ടറിനെ 30 ഡിഗ്രിയിലുള്ള ചരിഞ്ഞ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണിക്കും. ടോപ്പ് വ്യൂവിൽ ഒരു സർക്കിൾ പോലെ തന്നെ കാണുക, പക്ഷേ ആക്ച്വലി അതിന്റെ ഷേപ്പ് അങ്ങനെയല്ല. ഇത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഓക്കെ, അത് വേറെ അതിന്റെ മെത്തേഡ്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇനി ഇതേപോലെ കോണിക് സെക്ഷൻസ്, കോണിനെ കട്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട്, ആദ്യം നമുക്ക് പ്രിസംസും പിരമിഡ്സും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇതാണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു കോൺ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ആക്സിസിന് ചുറ്റും ഒരു ലൈൻ, ഒരു ജനറേറ്റർ, ആ ലൈനിനെ ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്റർ റിവോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന സർഫസ് ആണ് ഒരു കോൺ.
യൂഷ്വലി ഒരു ഡബിൾ കോൺ എന്നുള്ള രീതിയിലാണ് ഫോം ചെയ്യുക, രണ്ട് സൈഡിലേക്കും ഒരേ. ഇതിന്റെ വേർട്ടെക്സ് എന്ന് പറയാനുണ്ട്, നമ്മള് അപെക്സ് പറയുന്ന പോലെ. ഓക്കെ, സോ അത് കോണിന്റെ കുറച്ച് കാര്യങ്ങൾ. ഇനി കോണിനെ പല രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? കോണിനെ അതിന്റെ ബേസിന് പാരലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുക. ഒരല്പം ചരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു എലിപ്സ് ആയിരിക്കും കിട്ടുക. ദെൻ ഒരു ജനറേറ്ററിന് പാരലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഒരു എലിപ്സ് ഫോം ചെയ്യുന്നത്. അതിൽ തന്നെ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ബേസിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ആയിട്ട് പോകും. ഈ ഒരു കോണിനെ കട്ട് ചെയ്യുമ്പോൾ പരാബോള കിട്ടുന്നത് ഒരു ജനറേറ്റർ, ഈ ഒരു ജനറേറ്ററിന് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു എ ഈക്വൽ ബി അതൊന്നും നോക്കണ്ട, ജനറേറ്ററിന് പാരലായിട്ട് നമ്മളുടെ വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ ജനറേറ്ററിന് പാരലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ജനറേറ്ററിന് പാരലായിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് പരാബോള കിട്ടുന്നത്. ഹൈപ്പർബോള കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിപ്സ് ആണ്. കുറെ കൂടെ ചെരിഞ്ഞ് ജനറേറ്ററിന്റെ ആംഗിളിൽ പരാബോളയും അതിനെയൊക്കെ കൂടുതൽ ചെരിഞ്ഞ് കഴിയുമ്പോൾ ഇത് മുകളിലും താഴെയും ഈ ഡബിൾ കോണിന്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്തു പോകും. അപ്പൊ ഈ ജനറേറ്ററിന്റെ ആംഗിളിനേക്കായി ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ജനറേറ്ററിന്റെ ആംഗിളിനേക്കായും ഒരു കൂടിയ ആംഗിളിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ജനറേറ്ററിന്റെ ആംഗിൾ ഇതാണ്, അതിനേക്കായി കൂടുതൽ ഒരു ആംഗിളിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ മുകളിലും കട്ട് ചെയ്ത് താഴെയും കട്ട് ചെയ്ത് അപ്പോഴാണ് ഒരു ഹൈപ്പർബോള ഫോം ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതാണ് ഹൈപ്പർബോള. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ഞാൻ കുറച്ച് പ്രോബ്ലംസ് വേറെ നമ്മുടെ ഷെയർ ചെയ്യാം ഗൂഗിൾ ക്ലാസ് റൂമിൽ. നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം നിങ്ങളുടെ അസൈൻമെന്റ് ഇപ്പോൾ നാളെ നടക്കുമെന്നൊക്കെയുള്ള രീതിയിൽ ടെസ്റ്റ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് ആൻസർ സ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ആണ്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ലിങ്കും കോഡും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ പഠിച്ചത് സെക്ഷൻ ഓഫ് സോളിഡ്സിന്റെ കൺസെപ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ബ്രീഫ് ചെയ്യാം. സോളിഡ് ഏതാണെന്ന്, അതിന്റെ ഡയമെൻഷൻ, അതിന്റെ ഓറിയന്റേഷൻ, ഇത്രയും കിട്ടിയാൽ നമുക്ക് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാം. ദെൻ റിഗാർഡിംഗ് ദ സെക്ഷൻ പ്ലെയിൻ, അത് എന്ത് ടൈപ്പ് ഓഫ് സെക്ഷൻ പ്ലെയിൻ, അതായത് ഓക്സിലറി ഇൻക്ലൈൻഡ് ആണോ, ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ആണോ, അങ്ങനെ എന്താണ്, ഇൻക്ലൈൻ ടു HP ആണോ VP ആണോ, അതനുസരിച്ചിട്ട് നമുക്ക് സെക്ഷൻ പ്ലെയിൻ ഏത് ടൈപ്പ് ആണെന്നും അതിന്റെ ആംഗിൾ HP ആയിട്ടോ VP ആയിട്ടോ ആംഗിൾ മേക്കുന്നെങ്കിൽ ആ ആംഗിൾ എത്രയാണെന്നും ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അതിന്റെ പാസിംഗ് പോയിന്റ്, ഈ മൂന്ന് കാര്യങ്ങൾ, സെക്ഷൻ പ്ലെയിൻ ഏത് ടൈപ്പ് ആണ്, അതിന്റെ ആംഗിൾ എത്രയാണ്, അതിന്റെ പാസിംഗ് പോയിന്റ്, ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കറസ്പോണ്ടിങ് എഡ്ജസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റ്സ് എടുക്കുക. ആ പോയിന്റ്സ് അടുത്ത വ്യൂവിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെക്ഷൻഡ് ആയിട്ടുള്ള വ്യൂ വരയ്ക്കാൻ പറ്റും. അത് ഹാച്ച് ചെയ്യുക.
ദെൻ അതിന്റെ ട്രൂ ഷേപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുള്ള 2 മെത്തേഡ്സിൽ either of the method you can use. Okay, it's up to you. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്ന് ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുക, അല്ലെ ആവശ്യമുള്ളവർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കമന്റ്സോ കാര്യങ്ങളോ ഇന്നത്തെ ഇതിനേക്കായി പറയാൻ പറ്റും. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന സജഷൻസ്, എനിക്ക് ഇന്നലെ തന്നെ കുറെ കാര്യങ്ങൾ സജഷൻസ് കഴിഞ്ഞ ഫസ്റ്റ് ട്രയൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ 1-2 പേര് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എനിക്ക് കുറെ ഞാൻ ചിന്തിക്കാത്ത കുറച്ച് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇന്ന് ഈ രീതിയിൽ 2 കൂടെ മാനേജ് ചെയ്തിട്ട് നമുക്ക് 2 പ്രൊഫൈൽ യൂസ് ചെയ്ത് ക്ലാസ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും സജഷൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഈ ലോക്ക്ഡൌൺ മെയ് 3 വരെ പറയുന്നെങ്കിലും നമുക്ക് അതൊന്നും ക്ലാസ്സും തുടങ്ങത്തില്ല. മെയ് 10-15 വരെ എന്തായാലും പോകും. നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ എടുത്ത് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 2 കോളേജിലേക്ക് 2 ക്ലാസ് ആണ് പോകുന്നത്. ഇപ്പൊ 16 എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ കോളേജിലാണ്. അപ്പോൾ വൈഫ് വാട്സാപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേറൊരു രീതിയിലാണ് വൈഫ് അവിടത്തേക്ക് ക്ലാസ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ തമാശയായിട്ട് പറയുമായിരുന്നു, ബോയിങ്ങിലെ സീൻ പോലെ ഇടയ്ക്ക് 2 കൂടെ മിക്സ് ആയി പോകും. വൈഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോഴും അപ്പുറത്തെ പാരലായിട്ട് അപ്പുറത്തെ റൂമിൽ വൈഫിന്റെ PPT ഓഡിയോ റെക്കോർഡ് ചെയ്തോടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കും വലിയൊരു ലേണിംഗ് ഫേസ് ആണ്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓൺലൈൻ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതൊക്കെ ഇതൊക്കെ ആയെങ്കിലേ ഇനി അങ്ങോട്ട് രക്ഷയുള്ളൂ, നിലനിൽക്കുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കും. സാറേ നെറ്റ് എവിടെ നിന്ന് കിട്ടുന്നു സാറേ? നെറ്റ് എന്റെ ഫോണിലെ നെറ്റ്, വൈഫിന്റെ ഫോണിലെ നെറ്റ്, പിന്നെ ഒരു ജിയോ ഫൈ ഉണ്ട്. ഇടയ്ക്ക് റേഞ്ച് പറയോ? എന്തോ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ? ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? കേട്ടില്ല. ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് പ്ലെയിൻസ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ ഞാനിത് വെച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ച പോലെ നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഇങ്ങനെ ചരിഞ്ഞൊരു പ്ലെയിൻ ആണ്. ഓക്കെ, സോ ഈ പ്ലെയിൻ നിങ്ങൾ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഒരു ലൈൻ ആയിട്ടാണ് കാണുക, HP-ക്ക് ചരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ ആയിട്ടാണ് കാണുക. ഓക്കെ, അതേസമയം ഈ പ്ലെയിന് VP-ക്ക് പെർപെൻഡിക്കുലറും ആയിരിക്കും. അങ്ങനെയുള്ള പ്ലെയിനെയാണ് ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലെയിൻ. ഈ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP-ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷേ ഇവിടെ VP ആയിട്ട് ഒരു ആംഗിളിലായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടോപ്പിൽ നോക്കുമ്പോഴാണ് ഇതിന് ഒറ്റ സിംഗിൾ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതാണ് ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട്, HP ആയിട്ട് ഒരു ആംഗിളിലായിരിക്കും, പക്ഷേ VP-ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾ ഫ്രണ്ട് വ്യൂവിലായിരിക്കും ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു ലൈൻ ആയിട്ട് കാണും. ഓക്കെ, അപ്പം ഏത് പ്ലെയിൻ നമ്മുടെ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുന്നതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ അതൊരു ലൈൻ ആയിട്ടായിരിക്കും കാണുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ വെച്ചിട്ട് ഇങ്ങനെ ടോപ്പിൽ നിന്നും താഴേക്ക് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള കേസ്, ആ ഒരു ടൈപ്പ് ഒരു പ്രോബ്ലം നമുക്ക് അടുത്തൊരു സെഷനിൽ പറയാം. അപ്പം ഇപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നമ്മൾക്കൊരു ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ടെങ്കിൽ അത് നോക്കാം. അതിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ ഞാനിപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് തരാം. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഒന്ന് എൻറോൾ ചെയ്യാം. അപ്പൊ അവിടെ ഞാൻ ബാക്കി കുറച്ച് കൂടുതൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, PPT-യും അതുപോലെയുള്ള സംഭവങ്ങൾ. അപ്പം PPT-ക്കകത്ത് ചില പ്രോബ്ലംസ് ഇപ്പൊ ഞാൻ വരച്ച് കാണിച്ച പോലെ സ്റ്റാർട്ടിങ് ഇവിടെ മുതൽ എങ്ങനെ വരയ്ക്കുന്ന രീതിയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും.
അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് നോക്കാം, സോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ്. എന്നിട്ട് അൺസോൾവ് പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകും, ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്യാം. അതിലുള്ള പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കെയിലും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വേണ്ട. നിങ്ങൾ ഇപ്പം വെറുതെ ഞാനിപ്പോ ചെയ്ത പോലെ രീതിയിലൊന്നും റഫായിട്ടുള്ള രീതിയിലൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇൻസ്ട്രുമെന്റ്സ് കിട്ടിയാൽ നിങ്ങൾക്ക് സമയത്ത് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെന്ന് അറിയാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് അടുത്ത പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇതിന്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നാളെ ആക്കാം. നാളെ നമ്മുടെ ഒരു എക്സാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ നോക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നാളെ എക്സാം, മറ്റന്നാൾ എക്സാം പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ ടൈം ടേബിളില്? അത് ഓരോ ദിവസം അടുത്തത്തെ ദിവസത്തെ മാത്രമേ പറയത്തുള്ളൂ. ഇന്ന് നാളത്തെ പറയും. അല്ല, നിങ്ങൾക്ക് ടൈം ടേബിൾ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടില്ലേ? ഗ്രൂപ്പിലുണ്ട്. നാളെ ഗ്രാഫിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, മറ്റന്നാൾ നിങ്ങൾക്ക് സബ്ജക്ട് ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. സൺഡേ ആയതുകൊണ്ട് ആബ്സെന്റ് ഇല്ല. അപ്പൊ നമുക്ക് നാളെ ഇപ്പൊ ഞാനിപ്പോ കണ്ടന്റ് ഒന്നും ആകത്തുണ്ട്, നാളെയും കൂടെ ഒരു ക്ലാസ്സും കൂടെ വെച്ചതിന് ശേഷം നാളെ എക്സാം ചെയ്യാൻ പറ്റില്ല, മറ്റന്നാൾ എക്സാം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കുറച്ചൊരു ഇതിന്റെ തന്നെ ഒന്ന് രണ്ട് ഈ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ടൈപ്പ് സംഭവം കൂടെ ചെയ്താലേ അല്ലേ, എന്നാലും ഒരു മൊഡ്യൂൾ ആവത്തില്ല. അപ്പോഴും സെക്ഷൻ ഓഫ് സോളിഡ്സിന്റെ രീതിയിലൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെക്ഷൻ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ ആ ഒരു സെക്ഷൻ ഓഫ് സോളിഡ്സിന്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു സെഷൻ വെക്കാം. ഓൺലൈനായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താ പോസിബിലിറ്റി ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് തൽക്കാലം ഇപ്പോഴത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റെക്കോർഡിങ് കറക്റ്റ് ആയോ എന്ന് അറിയത്തില്ല, അത് എത്ര സൈസ് ഉണ്ടാവും എന്ന് അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രയൽ നോക്കിയതിന്റെ സൈസ് നോക്കിയപ്പോൾ ഒരു 1.25 GB ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പോസിബിൾ ആണോ എന്താ നോക്കട്ടെ, ഞാനത് കംപ്രസ് ചെയ്തെടുക്കാനോ എന്തെങ്കിലും പോസിബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ വീഡിയോ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് കട്ടായി പോയവരോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊന്ന് വീണ്ടും നോക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, സോ താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. അമൽ സജി അറ്റൻഡൻസ് കട്ട് ചെയ്ത് തരും സാർ. ഉണ്ടായിരുന്നു ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. സാർ മുനീർ അൻസാരി ചുമ്മാ കൊണ്ടുവച്ചിട്ട് വാട്സപ്പിൽ കയറുമായിരുന്നു. ക്ലാസ്സിലും കണ്ടിട്ടില്ല. അറ്റൻഡൻസ് കട്ട് ചെയ്തേ. എല്ലാവരും ഉണ്ടോ നോക്കട്ടെ. കുറച്ചു പേരൊക്കെ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി സാർ. എനിക്ക് പകുതിക്ക് വെച്ച ഓടിയ വന്നത്. അറ്റൻഡൻസ് പറയണോ? അറ്റൻഡൻസ് അത് ഞാൻ ആദ്യം ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ശരി. അപ്പോ ഡേറ്റ വെറുതെ കളയണ്ട. ഡേറ്റ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വാല്യുബിൾ സാധനമായിട്ട് മാറി. രാഷ്ട്രീയപരമായിട്ട് ഡേറ്റ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. നമ്മൾ ലീവ് ചെയ്യണം സാർ, പുറത്താക്കൂ.